ഈ കേരളത്തിലെ മൂഷക വംശം എന്ന് പറയുന്നത് വളരെ പരശുരാമകാലം മുതലേ ഉണ്ടെന്നാണ് നമ്മൾ ഐതിഹ്യപ്രകാരവും മൂഷകവംശ കാവ്യപ്രകാരവും ഉള്ളത്. മൂഷകവംശ കാവ്യം എന്ന് പറയുന്നത് അതുലൻ എഴുതിയിട്ടുള്ള സംസ്കൃതത്തിലുള്ള ചരിത്രമാണ്, കേരള ചരിത്രം തന്നെയാണത്. പക്ഷേ അതിൽ പൂർണ്ണമായിട്ട് ചരിത്രമാണോ ഐതിഹ്യമാണോ എന്ന് ആളുകൾ സംശയിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ എന്നാലും ആ മൂഷകവംശം എന്നുള്ളത് ആ പേര് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ നമ്മൾ അലക്സാണ്ടറുടെ കാലത്ത് ചരിത്രകാരന്മാർ പറയുന്നത് അന്ന് മൂഷകനോസ് എന്ന വംശമാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ത്യയിൽ. ഈ മൂഷകനോസ് എന്ന് ഗ്രീക്കുകാർ പറയുന്ന വംശം മൂഷകവംശമാണ്. അപ്പം ചുരുങ്ങിയത് ആ കാലം മുതൽ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് എന്നുള്ളത് ഈ ഐതിഹ്യത്തിൽ അല്ലെങ്കിൽ സംസ്കൃത ചരിത്ര പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ഈയിടെ വളരെ 2-3-4 കൊല്ലമായിട്ട് തോന്നുന്നുണ്ട് മെക്മർദോ കണ്ട സിന്ധ്. അദ്ദേഹം 18-ാം നൂറ്റാണ്ടിലെ ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. യൂറോപ്പിൽ നിന്ന് വന്ന് ഇവിടെ ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അയാളെന്നെ സിന്ധു നദിയുടെ കോഴ്സ് മുഴുവൻ പഠിക്കാനായിട്ട് അയച്ചു. അദ്ദേഹം എഴുതിയ ബുക്കാണ് മെക്മർദോ കണ്ട സിന്ധ്, ദ സിന്ധ് സീൻ ബൈ മെക്മർദോ. അത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹവും ഇത് എഴുതിയിട്ടുണ്ട്. ഏത് അലക്സാണ്ടറെ മുട്ടുകുത്തിച്ച പൂരു അല്ലെങ്കിൽ പോറസ് എന്ന് വിളിക്കുന്ന പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി മൂഷകവംശക്കാരനായിരുന്നു എന്ന്. അപ്പോൾ മൂഷകവംശം എന്ന് പറയുന്നത് വെസ്റ്റേൺ കോസ്റ്റിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, അന്നത്തെ കാലത്ത് കേരളം, കർണാടകം, മഹാരാഷ്ട്ര ഉൾപ്പെടെ വെസ്റ്റേൺ കോസ്റ്റ് മുഴുവൻ മൂഷകവംശത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ വംശത്തിലുള്ള ഒരാളാണ് പുരുഷോത്തമൻ എന്ന് ഇദ്ദേഹവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചരിത്രം തന്നെയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈവൻ ശ്രീകൃഷ്ണനടക്കം ഈ വംശത്തിൽ ജനിച്ചവരാണല്ലോ. അപ്പം നമുക്കറിയേണ്ടത് അതല്ല. സൈന്ധവ, ഹരപ്പൻ, സരസ്വതി സംസ്കൃതി കാലത്ത് മൂഷകവംശം ഉണ്ടായിരുന്നോ, മുസിരിസ് ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ഞാൻ അതൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിനുള്ള ചില തെളിവുകൾ കിട്ടി. ഇതിൽ 3 സിമ്പിൾസ്, ഇതിൽ ഒരു കോൺ സിമ്പിള്, ഒരു ചെസ് ബോർഡ് സിമ്പിള്, ഹെഡ് ഗെയർ ഡെക്കറേഷൻ എന്ന് പറയുന്ന സിമ്പിള്, ഇങ്ങനെയാണ് അവർ ചരിത്രകാരന്മാർ വിളിക്കുന്ന സിമ്പിളുകൾ. ഈ 3 സിമ്പിളിനെ കൂട്ടി വെച്ചിട്ട് അവർ 3 സ്റ്റെപ്പായിട്ട് ഇതിനെ വായിച്ചിട്ടുണ്ട്. കോണിന് അവർ മൂഷിക എന്നാണ് അവർ കൊടുത്തിട്ടുള്ള വാക്ക്. ഈ കോൺ ഷേപ്ഡായിട്ടുള്ള മൂഷിക, ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം മൂ, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പുമായിട്ട് കറക്റ്റഡ് സൗണ്ടായിട്ട് മൂ എന്ന് തന്നെയാണ് അവർ വായിക്കുന്നത്. ഞാനല്ല കേട്ടോ, ഇത് IVC അവർ വായിച്ചിട്ടുള്ളത് തന്നെയാണത്. നമ്മളുടെ എങ്ങനെ അത് യോജിക്കുന്നു മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. പിന്നെ ഈ ചെസ് ബോർഡ് സൈൻ എന്ന് പറയുന്നത് തന്നെ അവർ സരി എന്നാണ് അവർ വായിച്ചത്. എന്നിട്ട് അതിനെ അവർ തേർഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ സ എന്ന ആദ്യത്തെ അക്ഷരം എടുത്തു. ഫോർത്ത് സ്റ്റെപ്പിൽ അതിൻ്റെ സായുടെ ഉച്ചാരണം കറക്റ്റഡ് സൗണ്ട് അവർ സി എന്ന് വായിച്ചു. അപ്പം മൂ ഷി എന്ന് കിട്ടി. മൂ ഷി ആണോ സി ആണോ എന്ന് നമ്മൾ ഇപ്പം ആലോചിക്കേണ്ട. സൗണ്ട് കറക്റ്റഡിൽ മൂഷി ആവാം, മൂസി ആവാം, മൂഷി ആവാം, അല്ലേ, ഏതും ആവാം. പിന്നെ ഹെഡ് ഗെയർ സിമ്പിൾ എന്ന് പറയുന്നതിനെ അതിനെ കവരി എന്നാണ് അവർ ആദ്യം വായിച്ചത്. കവരി എന്ന് വായിക്കുമ്പോൾ നമ്മൾ ക എന്നാണ് ആദ്യത്തെ അക്ഷരം. അപ്പോൾ തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് വരുന്ന സമയത്ത് കറക്റ്റഡ് സൗണ്ട് ക എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായും മുഴുവൻ ചേർക്കുമ്പോൾ മൂഷക ഇതാണ് ഇത് വരുന്നത്. ഈ ലിപി കാണുന്നത് B5 എന്ന് പറയുന്ന ഇതിലാണ്. എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. പക്ഷേ എൻ്റെ പുസ്തകം നോക്കിക്കോളൂ, അതിൽ കാണാം നിങ്ങൾക്കത്. ആ ചിത്രം അടക്കം ഇട്ടിട്ടുണ്ട്. അപ്പം മൂഷക എന്ന് തന്നെയാണ് അത് വായിക്കാൻ അവർ വായിച്ചിട്ടുള്ളത്. ഇപ്പം മൂഷിക, ശ്രീ, കവരി, ഈ 3 വാക്കുകളിൽ നിന്നുള്ള മൂഷിക എന്നുള്ളതാണ് മൂഷിക വംശനാമം എന്ന് നമുക്ക് കാണാം. ഇപ്പം ഈ മൂഷിക ശ്രീ എന്നുള്ളതിനെ നമ്മൾ ശ്രീ എന്നുള്ളതിൻ്റെ ശരി
മൂശിരി എന്നെടുത്താൽ മുഷിരിസും മുസിരിസിൻ്റെ ഉച്ചാരണഭേദം വരുന്നുണ്ട്. അപ്പം മൂഷിക എന്നും മുശരി എന്നും അതിൽ തന്നെ വായിക്കാൻ കഴിയും. ഇത് ഇതിൻ്റെ മറ്റേ ഭാഗം A11 കാണുന്ന ചിത്രത്തിൽ ഒരു വരാഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പന്നി പോലത്തെ വലിയ പന്നി പോലെ അല്ലെങ്കിൽ വലിയ പാറയെലി എന്ന് പറയുന്ന വലിയ തരം എലിയില്ലേ, അതിൻ്റെ മാതിരത്തെ ഒരു സാധനം നിന്ന് വെള്ളം കുടിക്കുന്ന ചിത്രമുണ്ട് ഇതിൽ, അതിൻ്റെ അപ്പുറത്തായിട്ട് A11. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ഇത് അധികം ആരും എന്നല്ല, കേരളത്തിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല. IBC സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കേരളത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ എന്തുകൊണ്ട് വിട്ടുപോയി എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ ഈ മൂഷകൻ എന്ത് മൂഷകാംശം അത് വേണ്ട, ആ മൂഷകൻ എന്നുള്ള വാക്ക് വരുന്നുണ്ടോ IBCയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ശ്രദ്ധിച്ച ആൾക്കാർക്ക് ഇവിടെ മൂഷകൻ വംശം എന്നൊന്നും ഉണ്ടെന്നിട്ട് അറിയില്ല. സോ ഈ രണ്ട് പ്രോബ്ലം കൂടിയാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ വി ഹാവ് ടു തിങ്ക് എ ലിറ്റിൽ ബിറ്റ് മോർ. ഞാനിത് പറയാൻ കാരണം ഏറ്റവും ചെറിയ ഇപ്പം മൂഷകവംശവും മുസിരിസും ഒക്കെ കേരളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറേ, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഒരു ചെറിയ രാജ്യം മാത്രം ആയിരുന്നില്ല ഒരു കാലത്ത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളതിനെ ചുരുക്കി ഒരു പൊട്ടുകൂടി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു കാലത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടിരുന്നൊരു സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ ഈ മഹോദയപുരം അല്ലെങ്കിൽ മാക്കോദപുരം എന്ന് പറയുന്ന മുസിരിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മഹോദയപുരം എന്ന് വിളിക്കുന്നത് ഇത് കേരളത്തിലെ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഈ നാമം കാണുന്നുണ്ടെങ്കിൽ, ഈ നാമം അവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രാധാന്യം നമ്മൾ അറിയാതെ പോകരുത്. ചരിത്രം ഏറ്റവും അധികം കുറവ് പഠിച്ചിട്ടുള്ളത് കേരളത്തിനെ പറ്റിയാണ്. കാരണം കേരളത്തിൽ വലിയ വലിയ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല ശരിക്കും. ഉള്ളവർ പറഞ്ഞതിൻ്റെ പിന്നാലെ ഒന്ന് പോയിട്ടുണ്ട്, ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളൂ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ നമ്മളുടേതായ എല്ലാ അറിവുകളും എല്ലാ എന്താ പറയുക ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് അനാലിസിസ് നടത്തിയിട്ട് നമ്മുടെ ചരിത്രം നമ്മൾ തന്നെ നിർദ്ധാരണം ചെയ്തെടുക്കണം. അത് കേരളത്തിലത്തെ ചരിത്രകാരന്മാരുടെ ഒരു ഡ്യൂട്ടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.